ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇതിനു മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു, ഒരു 10 ഹെൽത്ത് കെയർ ജോബിനെ പറ്റിയാണെന്നെങ്കിൽ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ആ വീഡിയോ താഴെ കമൻറ്റ് ചെയ്താൽ ഇതിനകത്ത് ഏതെങ്കിലും കോഴ്സിനെ പറ്റി അറിയണമെങ്കിൽ നമുക്ക് വിശദമായിട്ട് അതിനെപ്പറ്റി പറയാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വന്ന ആദ്യത്തെ കമൻറ്റാണ് ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റിനെ പറ്റിയുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റിനെ പറ്റിയാണ്. ഇപ്പോൾ പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു കഴിഞ്ഞ ഒരാൾ മിക്കപ്പോഴും തിങ്ക് ചെയ്യുന്നൊരു കാര്യമായിരിക്കും, ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യുന്നൊരു ജോബ്, മിക്കവരും ചൂസ് ചെയ്യുന്ന ജോബാണ് ഒന്നെങ്കിൽ നമ്മുടെ കോമൺ ആയിട്ടുള്ള നഴ്സിംഗ് ജോബ്, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫാർമസിസ്റ്റ്, അല്ലെങ്കിൽ ലാബോറട്ടറി ടെക്നീഷ്യൻ എന്നുള്ളൊരു കാറ്റഗറി ജോബ്. ഇതെല്ലാം വരുന്ന ഏത് കാറ്റഗറിയിലാണെന്നറിയോ? ഇതെല്ലാം വരുന്നതാണെങ്കിൽ പേഷ്യൻ്റ് കെയർ സംബന്ധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പേഷ്യൻ്റ് മെഡിസിൻ കൊടുക്കുന്ന എല്ലാത്തിനും പേഷ്യൻ്റ് കെയറുമായിട്ട് സംബന്ധിച്ച് വരുന്നതാണ്. ഇപ്പം ഇങ്ങനെയുള്ള എല്ലാവരെയും കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി വരുന്ന ഒരു ജോബാണ് ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ജോബ്. ഓക്കെ, അപ്പോൾ അത് പഠിക്കാൻ പറ്റും. ഇതിൻ്റെ ഈ കോഴ്സിനെ പറ്റി പൂർണ്ണമായിട്ട് പറയാം. ഈ വീഡിയോയിൽ പൂർണ്ണമായിട്ടും ഈ ഒറ്റ കോഴ്സിനെ പറ്റിയേ പറയുന്നുള്ളൂ. അത് ആർക്കൊക്കെ പഠിക്കാം, ഫീസ് എത്രയാവും, ഇന്ത്യയിലും യു എയിലും ശമ്പളം എത്ര കിട്ടും, ജോലി കിട്ടാനായിട്ട് എന്തൊക്കെ വേണം, ഇനി ഇത് കൂടാതെ ഈ കോഴ്സിൻ്റെ പോരായ്മകളോട് ചർച്ച ചെയ്തിട്ട് വേണം പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ മറന്നു പോയിരിക്കാൻ വേണ്ടി ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഡീറ്റെയിൽസ് ഇങ്ങനെ പറയാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പറയാം എന്താണ് ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്. ഓൾറെഡി ഞാനൊരു ഇൻട്രഡക്ഷൻ തന്നിട്ടുണ്ട് എന്താണെന്നുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് എന്നത് രോഗികളെ ചികിത്സിക്കുന്ന ഒരു കോഴ്സല്ല. ഓക്കെ, ഇതിന് ഹോസ്പിറ്റൽ എങ്ങനെ പ്രവർത്തിക്കണം, ഹോസ്പിറ്റലിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെ നടത്തണം, ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ഹോസ്പിറ്റലിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു പഠനമാണ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് ചെയ്യേണ്ടത് ഒരു മാനേജറിങ് ജോബായിരിക്കും. കുറച്ച് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളും കുറച്ച് ഫിനാൻസും മാർക്കറ്റിങ്ങും ക്വാളിറ്റിയും എല്ലാം കൂടി കലർന്നിട്ടുള്ള സംഭവമായിരിക്കും. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ നോക്കണ്ട, പക്ഷേ എന്നാൽ പോലും മൊത്തത്തിലുള്ള കാര്യങ്ങൾ, ഹോസ്പിറ്റലിൻ്റെ വളർച്ചയെ പറ്റുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി ഈ കോഴ്സ് ആർക്കൊക്കെ പഠിക്കാം എന്ന് നോക്കിയാൽ +2 കഴിഞ്ഞ ആർക്കും ഈ കോഴ്സ് പഠിക്കാവുന്നതാണ്. ബാക്കി നമ്മൾ പറഞ്ഞ കോഴ്സ് നേഴ്സിംഗ് ആണെങ്കിലും ഫാർമസിസ്റ്റ് അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ആണെന്നെങ്കിലും അവിടെയൊക്കെ ആണെന്നെങ്കിൽ നേഴ്സിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ +2 പ്ലസ് സയൻസ് ഗ്രൂപ്പ് വേണം നിർബന്ധമുണ്ട്. പക്ഷേ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അങ്ങനെ ഒരു പർട്ടിക്കുലർ ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കണമെന്ന് നിർബന്ധമില്ല. ഏത് സബ്ജക്റ്റാണ് +2 പഠിച്ചാലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ +2 പാസ്സായിരിക്കണം എന്നത് മാത്രമാണ് നിബന്ധനയുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു കോഴ്സിനകത്ത് എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് HR-ൻ്റെ സംഭവങ്ങൾ, പിന്നെ മെഡിക്കൽ റെക്കോർഡ്സ്, ഹോസ്പിറ്റൽ ഫിനാൻസ്, ഹെൽത്ത് കെയർ ലോ, പേഷ്യൻ്റ് കെയർ മാനേജ്മെൻറ്റ്, ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, അങ്ങനെ IT സംബന്ധമുള്ള കുറച്ച് കാര്യങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഫീസ് എങ്ങനെയാണെന്ന് പറയാം. ഇപ്പം ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തതനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഫീസാണ് പറയുന്നത്. ചിലപ്പോൾ ആണെന്നെങ്കിൽ ഇത് കോളേജിൽ ഡയറക്റ്റ് കോൾ ചെയ്യുമ്പോഴത്തേന് ഇതിനകത്ത് വേരിയേഷൻ ഉണ്ടാകും കേട്ടോ. ഇപ്പം സർക്കാർ കോളേജിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 20,000 തൊട്ടിട്ടാണെന്നെങ്കിൽ 80,000 രൂപ വരെ ആണെന്നെങ്കിൽ ഇയർലി ഫീസ് വരുന്നുണ്ട്, ഈ പെർ ഇയർ ആണ്. ഓക്കെ, സ്വകാര്യ കോളേജിലാണെന്നുണ്ടെങ്കിൽ 50,000 തൊട്ട് 2 ലക്ഷം രൂപ വരെയോ അല്ലെങ്കിൽ അത് അധികമോ വാങ്ങിക്കുന്ന കോളേജുകൾ ഉണ്ട് കോഴ്സ് നടത്തുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ജോലി സാധ്യത. ഓക്കെ, കോഴ്സ് കഴിഞ്ഞാൽ ജോലി ലഭിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വകാര്യ ആശുപത്രികൾ, സർക്കാർ ആശുപത്രികൾ ലഭിക്കാം. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളുണ്ട്, ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സ്, നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ, NGOs, ഹെൽത്ത് കെയർ IT സെക്ടേഴ്സ്, അതുപോലെ മെഡിക്കൽ ടൂറിസം സ്ഥാപനങ്ങൾ, അങ്ങനെ ജോലി ലഭിക്കാൻ പറ്റുന്ന കുറേ സ്ഥാപനങ്ങളുണ്ട്. ഓക്കെ, കറക്റ്റ് ഹോസ്പിറ്റൽ തന്നെ ആവണമെന്നില്ല, അല്ലാതെ കുറേ സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ജോബ് ലഭിക്കാം. ഇനി എന്തൊക്കെ തരത്തിലുള്ള ജോബ് ലഭിക്കാം എന്നുള്ളത്, അതായത് ഹെൽത്ത് കെയർ മാനേജർ എന്നല്ലാതെ വേറെ കുറച്ച് കാറ്റഗറിയും കൂടി ജോബ് ലഭിക്കാം. അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആവാം, ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ആവാം, പേഷ്യൻ്റ് കെയർ എക്സിക്യൂട്ടീവ് ആവാം, ക്വാളിറ്റി എക്സിക്യൂട്ടീവ് ആവാം, മെഡിക്കൽ റെക്കോർഡ്സ് ഓഫീസർ ആവാം, ഹെൽത്ത് കെയർ മാനേജർ ആവാം. അതുപോലെ തന്നെയാണെന്നെങ്കിൽ ഒരു കാര്യം താടിയും മറന്നുപോയി, നമ്മുടെ NABH അക്രഡിറ്റേഷനെ പറ്റി അറിയാമല്ലോ. NABH അവരുടെ ക്വാളിറ്റി
ചെക്കറായിട്ട് അല്ലെങ്കിൽ അവരുടെ NIBH ഓഡിറ്ററൊക്കെ ആയിട്ട് പോകാൻ വേണ്ടി സാധിക്കും. അതിനൊക്കെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഈ ഒരു വെച്ചിട്ട്. അതുപോലെ തന്നെ JCIയുടെയും പറ്റും, അതിനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അവരുടെയും സൈറ്റിൽ കയറിയിട്ട് ഈ ഒരു ജോബ്, അവരുടെ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇതായിരിക്കും നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത്. ശമ്പളം, ഈ ശമ്പളത്തെ പറ്റി പറയാം. ഇന്ത്യയിൽ ഫ്രഷേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 20,000 തൊട്ട് 40,000 രൂപ വരെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ശമ്പളം ഫ്രഷേഴ്സിന് കിട്ടാം. ഹോസ്പിറ്റൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇനി എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാലറി ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൂടാൻ പറ്റും. ഓക്കെ, പിന്നെ UAയിലാണെന്നുണ്ടെങ്കിൽ 4,000 സ്റ്റാർട്ടിംഗ് സാലറി ആയിരിക്കും. 4,000 ഒന്നും അല്ല, ഒരു 6,000 7,000 തൊട്ട് സ്റ്റാർട്ടിംഗ് സാലറി വെച്ചിട്ടാണ് കിട്ടും. ഹോസ്പിറ്റൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഹോസ്പിറ്റലിൽ. കാരണം ഹെൽത്ത് കെയർ മാനേജർ എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും നല്ലൊരു കാറ്റഗറി ജോബാണ്. നിങ്ങൾ നാട്ടിൽ നിന്ന് ഓൾറെഡി ഒരു 1-2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ UAയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായാലും നിങ്ങൾക്കൊരു എബോവ് 7,000 സാലറി നിങ്ങൾക്ക് ഇവിടെ ഏൺ ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടിംഗ് ആണ് പറയുന്നത്. അപ്പം UAയിൽ ഇനി ജോലി കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് വേണ്ടത്? പലരും ചോദിക്കുന്നൊരു കാര്യമാണല്ലേ. ഇപ്പം ഹെൽത്ത് കെയർ മാനേജറായിട്ട് ഞാനിപ്പോൾ പഠിച്ച നാട്ടിൽ നേരെ UAയിലോട്ട് കയറി പോരട്ടെ, എനിക്ക് ജോലി കിട്ടിയ നല്ല ഞാൻ പറഞ്ഞ സാലറി, അതായത് ഒരു 10,000 ദിർഹംസ് അല്ലെന്നുണ്ടെങ്കിൽ 50,000 ദിർഹംസ് സാലറി കിട്ടുമോ? ഒരിക്കലും ഇല്ല. അതിപ്പോൾ ഏത് സെക്ടറിലാണെന്നാലും നിങ്ങൾ നേരെ പഠിച്ചതിന് ശേഷം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ജോബ് നിങ്ങൾക്ക് അത്രയും സാലറി കിട്ടത്തില്ല. നിങ്ങൾക്ക് അതിനാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് എക്സ്പീരിയൻസ് എല്ലാം ഉണ്ടായിരിക്കണം. ഇപ്പം ഈ ഇതിനെപ്പറ്റി ഇത്ര നേരം പറഞ്ഞപ്പോഴത്തേന് മനസ്സിലാക്കണമല്ലോ, ഇതൊരു മാനേജ് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ജോബാണ്. ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് നേഴ്സുമാർക്കാണെന്നെങ്കിൽ ഉള്ളത് ജസ്റ്റ് പേഷ്യൻറ്റിനെ കെയർ ചെയ്യുക, അവിടുന്ന് പോരുക. അല്ലാതെ ആ ഹോസ്പിറ്റൽ പ്രോഫിറ്റബിൾ ആവുന്നുണ്ടോ, ഹോസ്പിറ്റലിൽ വേറെ പേഷ്യൻസ് കൂടുതലായിട്ട് വരുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നോക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ, അതായത് ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്ന ഏതൊരു കാൻഡിഡേറ്റും അറിഞ്ഞിരിക്കേണ്ട കാര്യം, നിങ്ങളുടെ ജോബിൽ ഉണ്ടായിരിക്കേണ്ടത് ആ ഹോസ്പിറ്റലിൻ്റെ വളർച്ചയാണ്. അവിടുത്തെ പേഷ്യൻ്റ് ക്യൂർ ആവുന്നുണ്ടോ, പേഷ്യൻ്റ് എല്ലാം റെഡിയായി പോകുന്നുണ്ടോ ഒക്കെ നോക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആ ഹോസ്പിറ്റലിന് വളർച്ച ഉണ്ടാകുന്നുണ്ടെന്നുള്ളത്. നിങ്ങളുടെ മാനേജിങ് കപ്പാസിറ്റി കൊണ്ട് ഹോസ്പിറ്റൽ വളരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല ഓപ്പർച്യൂണിറ്റീസ് പിന്നെയും കിട്ടാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് കേപ്പബിൾ ആണ് നിങ്ങളെങ്കിൽ, 2 വർഷത്തെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നാട്ടിലുണ്ട്, നിങ്ങൾ കേപ്പബിൾ ആണ്, നിങ്ങൾക്ക് നല്ല ലാംഗ്വേജ് സ്കിൽ വേണം. ഓക്കെ, നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ ഉണ്ടായിരിക്കണം. ഇപ്പം UAയിലോട്ട് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല അറബിക് ഫ്ലുവൻസിയും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു അഡീഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് ജോബ് കിട്ടാൻ വേണ്ടിയുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെ നിങ്ങൾ ഒന്ന് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് ഒരു 7,000 ജോബ് കിട്ടി, 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു 10,000 എബോ ആണെന്നെങ്കിൽ സാലറി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആണെന്നെങ്കിൽ 20,000 എബോ സാലറി ആണെന്നെങ്കിൽ ഒരു 3 to 4 to 5 ഇയർ എക്സ്പീരിയൻസിന് ശേഷം നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാലറി കിട്ടും. അപ്പം നിങ്ങൾ എന്തായാലും നല്ലൊരു ഹോസ്പിറ്റൽ സെറ്റപ്പിലായിരിക്കും നിങ്ങൾ ജോബ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ ജോബിനെ പറ്റി, അല്ല ഈ ഒരു കോഴ്സിനെ പറ്റിയും അതിൻ്റെ ജോബ് സാധ്യതയും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ജോബ് കാര്യങ്ങളെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്കിനിയും ഈ കോഴ്സിൻ്റെ കുറച്ച് പോരായ്മകൾ നോക്കാം. എന്തൊക്കെ പോരായ്മകളാണ് കോഴ്സിനുള്ളതെന്നുള്ളത്. ഇപ്പം ഇതിൻ്റെ ചില പോരായ്മകളായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചികിത്സിക്കേണ്ടത് പേഷ്യൻറ്റിനെ അല്ല, നിങ്ങൾ നോക്കേണ്ടത് ഹോസ്പിറ്റലിൻ്റെ മൊത്തത്തിലുള്ള മാനേജ്മെൻറ്റിനെയാണ്. ഓക്കെ, അപ്പം അത് വിചാരിച്ചിട്ടാരും ഇതെടുക്കരുത്. അതായത് ഒരു ജസ്റ്റ് സാധാരണ ഒരു 9 to 5 ജോബ് ചെയ്യുന്ന പോലെയാണ് എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ എടുക്കാൻ നിൽക്കരുത്. ഇത് കുറച്ചും കൂടി ആണെങ്കിൽ റെസ്പോൺസിബിലിറ്റി കൂടുതലായിട്ടുള്ള ഒരു ജോബാണ്, അത് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തേത്, തുടക്കത്തിൽ ശമ്പളം വളരെ കുറവായിരിക്കും. പിന്നെ ആണെങ്കിൽ ആ ശമ്പളം കൂടാതിരിക്കത്തില്ല. പക്ഷെ എന്നാണെങ്കിൽ തുടക്കം നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രഷേഴ്സായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ശമ്പളം വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളമായിരിക്കും നിങ്ങൾ പഠിച്ചു വെച്ച് നോക്കുമ്പോഴത്തേക്കിന്. പക്ഷെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ആദ്യത്തെ ഒരു സമയം നിങ്ങൾക്ക് കുറച്ച് സ്ട്രഗിൾ കൊണ്ട് എന്തായാലും ഉണ്ടാവാം. ഓക്കെ, അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രഷറായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും UAയിലോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏറ്റുമുട്ടേണ്ട ആൾക്കാർ BBA MBA പോലുള്ള മാനേജ്മെൻറ്റ് വിദ്യാർത്ഥികളുമായിട്ടായിരിക്കും മത്സരിക്കേണ്ടി വരും. അവരുടെ ഒരു കോമ്പറ്റീഷൻ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. അതും കൂടി മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഒരു കാര്യം കൂടി ആഡ് ചെയ്ത് പറയട്ടെ, ഒരു ഹോസ്പിറ്റലിൽ നേഴ്സുമാർ ആവശ്യമായിട്ടുള്ളത് ഒരു 70 എബോവ് നേഴ്സുമാരെ വേണമെങ്കിൽ ആ സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ലെവലായിട്ട് ഈ ഒരു പഠിച്ചപ്പം ഒരു ഹോസ്പിറ്റൽ കെയർ മാനേജ്മെൻറ്റ് പഠിച്ചിട്ടുള്ള ഒരാൾ അവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ആണെങ്കിൽ ഒരു 2-3 ആൾക്കാർ ആവശ്യമായി കാണുള്ളായിരിക്കും. അപ്പോൾ അത്രയും റേഷ്യോയിൽ വ്യത്യാസം ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഓരോ ഹോസ്പിറ്റലിലാണെന്നെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വേക്കൻസി കാണുള്ളൂ. ഓക്കെ, ഇനി ഇപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇതാണ് അവസ്ഥ. അപ്പം കോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കോഴ്സ് എടുത്ത് പഠിക്കണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് ഡിസൈഡ് ചെയ്യേണ്ടതും ഇതിനകത്തുനിന്ന് എല്ലാ കോഴ്സുകളെയും തമ്മിൽ വെച്ചിട്ട് ഇതിലേത് കോഴ്സ് എടുത്താലാണ് എനിക്ക് നല്ലത് എന്ന് ഞാൻ സ്വന്തമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ എൻ്റെ കേപ്പബിലിറ്റി എന്താണ്, ഞാൻ ഏത് രീതിയിലാണ് നാളെ എൻ്റെ കരിയറിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം, ഈ ഒരു ജോബിൽ എപ്പോഴും നിങ്ങൾ കരിയർ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പുതിയതായിട്ടാണെങ്കിൽ എന്ത് ടെക്നോളജി വരുന്നു അതിനെപ്പറ്റി പഠിക്കണം. നിങ്ങളാണെങ്കിൽ ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റൽ എങ്ങനെ പ്രോഫിറ്റബിൾ ആവാനെ പറ്റി പഠിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പം അങ്ങനെ എപ്പോഴും നിരന്തരമായിട്ട് പഠിക്കുകയും നിരന്തരമായിട്ടാണെങ്കിൽ ഈ ഒരു മേഖലയിൽ തന്നെ നിൽക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായിരിക്കും ഇത് സ്യൂട്ടബിൾ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മുടെ റീച്ച് കൂട്ടുക. അപ്പം കൂടുതൽ വീഡിയോസ് ചെയ്യാം. ഓക്കെ, ബൈ.